ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ് അല്ലേ? ഇന്ന് ഫ്രൈഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് വീണ്ടും കുറച്ചുകൂടെ കിടന്നു. മദ്രസ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ സിറ്റ് ഔട്ടിൽ ബെഞ്ച് എന്തെങ്ങനെ ഇട്ടിക്കണേന്ന് അറിയോ? നമ്മളെ സിറ്റ് ഔട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ നല്ല നായശല്യമുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടന്നതിൻ്റെ ശേഷം നായ സിറ്റ് ഔട്ടിലേക്ക് കയറണ്ടെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു തടവിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ദോശയും കടലക്കറിയായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് നമ്മൾ അങ്കലവാടിയിൽ പോവുകയാണ്. ചെറിയ മോനെ അങ്കലവാടിയിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ. അനിയൻ്റെ മോനും ഉണ്ട്. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്ന് പോകാനുണ്ട്. എനിക്ക് ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സൗണ്ടിലൊരു വ്യത്യാസം. ഈ കാണുന്നതാണ് അങ്കലവാടി. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് പോരാനുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ അങ്കലവാടി വേറെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് ഇപ്പോൾ പുതിയത് മാറ്റി പണിതതാണ്. ഇപ്പോൾ അധികമായിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതാ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ചില മക്കളൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കരയണം. എൻ്റെ മോനൊക്കെ കരയും കേട്ടോ. കരയും. നമ്മളവിടുന്ന് കൊണ്ടാക്കി വരുവോളം കരയും. കുറച്ച് കഴിഞ്ഞാൽ മാറും ചെയ്യും. ടീച്ചർ പറയും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണുമ്പോഴുള്ള പ്രശ്നമുള്ളൂ, എന്നാലും ഇഷ്ടമാണ് പോകുന്നത് കേട്ടോ. ഇതാണ് അങ്കലവാടി. കരഞ്ഞാലും എന്നും കൊണ്ടാക്കലുണ്ട്. ഓരോരുത്തരുടെ കളികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് രസമല്ലേ കുറേ കുട്ടികളുണ്ടാകുമ്പോൾ. പിന്നെ നമുക്കിന്ന് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ഇന്ന് നമുക്ക് നെയ്ച്ചോറാണ്. ഇതാണ് നെയ്ച്ചോറ്. ഞാൻ നെയ്യൊന്നും അങ്ങനെ ഒരുപാട് ഉപയോഗിക്കലില്ല. അതാണ് നെയ്ച്ചോറാണെന്ന് തോന്നാത്തത്. നെയ്ച്ചോറുണ്ട്. അതേപോലെ തന്നെ നമുക്കിന്ന് ചിക്കനാണ്. ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ ഗ്രേവിയും അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാനും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ സ്കൂളിൽ പോയതല്ലേ. അപ്പോൾ അവരൊക്കെ വൈകിട്ട് വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. മക്കൾക്ക് അവിടെ നിന്ന് കിട്ടും, സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും കേട്ടോ. വൈകിട്ട് വന്നതിൻ്റെ ശേഷം ചിലപ്പം ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കും, അല്ലെങ്കിൽ രാത്രിയേ കഴിക്കുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.